സെമി ടസർ ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് യോക്കിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഓണം കൺസെപ്റ്റിൽ ആ ഒരു കേരള ക്രീം കളർ ഓഫ് വൈറ്റിൻ്റെ ക്രീമിൻ്റെ ബ്ലെൻഡായ ആ കളർ നോക്കുന്നവർ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കണമെങ്കിൽ മിസ്സാക്കണ്ട കേട്ടോ. ഇനി ഗിഫ്റ്റ് ചെയ്യണമെങ്കിലാണെങ്കിലും ഓൺ യൂസിനാണെങ്കിലും ഒക്കെ ഭംഗിയുള്ളൊരു ഫാബ്രിക്കുമാണ്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ടോപ്പ് 2.35 2.35 2.40 ഏകദേശം വരുന്നുണ്ട് സൈസ് കേട്ടോ. ബോട്ടം 2.4 2.40 ഞാൻ എക്സാക്ട് കിട്ടുന്ന മെഷർമെൻറ്റാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് അത്യാവശ്യം സൈസ് നോർമൽ സൈസിൽ സ്റ്റിച്ച് ചെയ്യാൻ തികയുവേ. ദുപ്പട്ട 2.25 2.25 മീറ്റർ വരുന്ന നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് ദുപ്പട്ട. റേറ്റ് 1440 1440 രൂപ. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. നല്ല ഭംഗിയുള്ള ആ ഒരു എംബ്രോയിഡറിയാണ് ഈ സെറ്റിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതിൽ ടോപ്പ് നല്ല ഭംഗിയുള്ള ആ ഒരു ലൈലാക്ക് ഷെയ്ഡിൽ എംബ്രോയിഡറി ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൂടാതെ 2 സൈഡിലും ആ ഒരു സരി ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് ബോർഡർ കട്ട് ചെയ്ത് നമുക്ക് സ്ലീവ് എൻഡിലേക്കോ അല്ലെങ്കിൽ ഇനി യോക്കിന് ചുറ്റും ഒന്നും കൂടെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ വരുന്നു. താഴേക്ക് അത് കൂടാതെ ഒരു ലേസ് വർക്കും കൂടെ പോയിട്ടുണ്ട്. ഇങ്ങനെ സെറ്റ്. ബോട്ടം വരുന്നത് ആ ഫ്ലവേഴ്സിൻ്റെ കളറിൽ കോൺട്രാസ്റ്റ് കളറിൽ കോട്ടണിലാണ് വരുന്നത്. ദുപ്പട്ട വരുന്നത് കോട്ടൺ, സാധാ കോട്ടൺ ബോട്ടമാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ആൻഡ് ദുപ്പട്ട ആ ഒരു സിൽക്ക് ടൈപ്പ് സെമി ടസർ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും ആ യോക്കിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഹെവി എംബ്രോയിഡറി ദുപ്പട്ടയുടെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അല്ലാതെ 4 സൈഡിലും ലേസ് വർക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പും ദുപ്പട്ടയും നിങ്ങൾക്ക് ഒരുപോലെ വാഷ് ചെയ്യാം. സിമ്പിളായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ബോട്ടം അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വാഷ് ചെയ്യരുത് കേട്ടോ. കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രം. ഇതങ്ങനെ വരുന്നു. 1440. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഓഫ് വൈറ്റ് കളറിലോ എല്ലാത്തിൻ്റെയും കളർ ഓഫ് വൈറ്റ് ബേസ് ആണ്. ഓഫ് വൈറ്റ് ബേസ് കളേഴ്സ് നോക്കുന്നവർ മിസ്സാക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വരുന്നു നല്ലൊരു പീച്ചാണ് അതിൽ മെയിൻ കളറായിട്ട് വരുന്നത്. പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. ടോപ്പ് ഫ്രണ്ട് പീസിലെല്ലാം ഓൾ ഓവർ ആ വർക്ക് വന്നിട്ടുണ്ട്. ബോട്ടം ആ ഒരു ഫ്ലവറിൻ്റെ കളറിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ആ ഒരു എംബ്രോയിഡറിയാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത്. അത് കറക്റ്റ് നമ്മൾ പിൻ ചെയ്തിടുമ്പോൾ നല്ല ലെയറായിട്ട് ഇടുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത്. 4 സൈഡ് ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. തലയിലിട്ടാലും നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരുന്നു. തേർഡ് കളർ വരുന്നു. ആ ഒരു ഗ്രീൻ ഷെയ്ഡിനാണ് അതിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നമ്മളൊരു ഒനിയൻ പിങ്ക് കളറിൽ ഇങ്ങനെ വരുന്നു. ബോട്ടം ആ ഒരു കളറിൽ വന്നിരിക്കുന്നു. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഓഫ് വൈറ്റ് ബേസ് ഫാബ്രിക്കുകൾ ഇഷ്ടപ്പെടുന്നവരും മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. ഒരു സെമി ടസർ പോലത്തെ ഒരു സിൽക്ക് ബ്ലെൻഡായ ഫാബ്രിക്കാണ് വരുന്നത്. വളരെ ശരിക്കും പറഞ്ഞാൽ ഓണം കൺസെപ്റ്റിനൊക്കെ ആപ്റ്റാണ് കേട്ടോ. ഓണത്തിന് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരുവിധം പേരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളറായി മാറിയിട്ടുണ്ടല്ലോ ഈ ഒരു ഓഫ് വൈറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലാസ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു. ആ ഒലിവ് യെല്ലോയും ആ ഒരു ഗ്രീൻ കളറും കൂടെ കൂടിയിട്ടുള്ള പേസ്റ്റൽ ഗ്രീൻ കളറും കൂടെ കൂടിയിട്ടുള്ള കളറിൽ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരുന്നു. ഫ്രണ്ട് പീസല്ല വർക്ക്. ബോട്ടം വരുന്നു ഒരു കോട്ടണിൽ. ദുപ്പട്ട വരുന്നു ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു.